അഡ്വക്കേറ്റ് ഷിബു മീരാൻ, കഴിഞ്ഞ ദിവസം വിജയരാഘവൻ നടത്തിയ പ്രസംഗം അതൊരു തീവ്ര പ്രസംഗമാണ് എന്നും CPM അതിനെ തള്ളിക്കളയുമെന്നും പ്രതീക്ഷിച്ച ചിലരെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പറഞ്ഞിരിക്കുന്നു അത് പാർട്ടി നിലപാടാണ് എന്ന്. ഒന്ന് വിശദീകരിക്കാമോ? സ്മൃതി, തീർച്ചയായും നേരത്തെ ഈ മെക്സവൺ വിവാദം വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ പി മോഹനന് CPMന്റെ സംസ്ഥാന നേതൃത്വം തിരുത്തും നമ്മൾ കണ്ടിരുന്നു. സ്വാഭാവികമായും വിജയരാഘവന്റെ ഈ അതിരുകടന്ന പ്രസ്താവന അത് ഇന്ന് കാണുന്ന രൂപത്തിൽ MV ഗോവിന്ദൻ മാഷ്, ശ്രീമതി ടീച്ചർ, നേരത്തെ P ജയരാജൻ, ചാനലിൽ CPMന്റെ നിലപാട് പറയുന്ന നേതാക്കന്മാർ, ഒരു പാർട്ടി സംവിധാനം ആകെ ഒന്നടങ്കം അതിനെ ഏറ്റെടുക്കുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അദ്ദേഹത്തെ തിരുത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്നലെ തന്നെ നമ്മളിതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ നൽകി. ഇതൊരു നിലപാട് മാറ്റത്തിന്റെ, ഒരു കാർഡ് മാറ്റി കളിക്കലിന്റെ സൂചനയാണോ എന്ന സംശയം ഞങ്ങൾ ഉൾപ്പെടെ പലരും പങ്കുവച്ചതാണ്. ഇതിപ്പോ ഒരു കാര്യം വ്യക്തമാണ്, ഇവര് പോയി ഒരമ്മ പെറ്റ അളിയന്മാരെ പോലെ എന്ന് പണ്ടൊരു സിനിമയിൽ പറഞ്ഞതുപോലെ ഒരുപോലെ ആവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ സ്മൃതി, വയനാട് തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ടാണല്ലോ ഇത് പറയുന്നത്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചതും രാഹുൽ ഗാന്ധി ജയിച്ചതും ഈ തീവ്ര ഘടകങ്ങളുടെ പിന്തുണയോടെയാണ്. അതില്ലായിരുന്നുവെങ്കിൽ ഇവര് ഡൽഹി കാണുമോ എന്നാണ് വിജയരാഘവൻ ചോദിച്ചത്. ഞാൻ വളരെ പെട്ടെന്നൊരു കണക്ക് പറയാം. 2019 സ്മൃതി, അവിടെ രാഹുൽ ഗാന്ധിക്ക് 7 ലക്ഷം വോട്ടുകളാണ് ലഭിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ 2,70,000 വോട്ടുകൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു. 2 വർഷങ്ങൾക്ക് ശേഷം 2019 വോട്ട് ചെയ്ത അതേ മനുഷ്യർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗിന്റെ ഭാഗമായി ബത്തേരിയിൽ, മാനന്തവാടിയിൽ, അതേപോലെ തന്നെ കൽപ്പറ്റയിൽ, വണ്ടൂരിൽ, തിരുവമ്പാടിയിൽ, നിലമ്പൂരിൽ, ഈ 6-7 മണ്ഡലങ്ങളിൽ 3 ഇടതുപക്ഷം ജയിച്ചു. ഏതാണ്ട് 4,20,000 വോട്ടുകൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി വന്നു. എന്ന് വെച്ചാൽ 1.5 ലക്ഷം വോട്ട് കൂടി. ഇപ്പോൾ പറയുന്ന ന്യായം അനുസരിച്ചാണെങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് കൊടുത്ത 1.5 ലക്ഷം തീവ്രവാദികൾ 2021 ആവുമ്പോഴേക്കും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു എന്നാണ്. ഈ തീവ്രവാദികളുടെ ഈ 6,20,000 തീവ്രവാദികൾ, ഇപ്പൊ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത 6,20,000 തീവ്രവാദികൾ ഉണ്ട് എന്നാണല്ലോ പറയുന്നത്. ആ തീവ്രവാദികളുടെ വോട്ട് 20 അങ്ങോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ CPM തയ്യാറാവോ?